നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ കോടിക്കണക്കിന് ആളുകളുടെ രാമനാമ വിളിയിൽ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ശംഖനാഥം മുഴങ്ങി അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, RSS സർസംഘ് ചാലക് മോഹൻ ഭാഗവത്, UP ഗവർണർ ആനന്ദി ബെൻ പട്ടേൽ, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയവർ പൂജാ ചടങ്ങുകളിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിന്റെ ഗർഭഗൃഹത്തിലാണ് രാംലല്ല വിഗ്രഹ പ്രതിഷ്ഠ നടന്നത്. പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ ക്ഷേത്രത്തിന് പുറത്ത് സൈനിക ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി നടത്തി. ദർഭപുല്ലുകളാൽ തയ്യാറാക്കിയ പവിത്രം ധരിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂജാ ചടങ്ങുകളിൽ പങ്കെടുത്തത്. ഉച്ചയ്ക്ക് 12:20 12:30 ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് പ്രാണപ്രതിഷ്ഠ നടന്നത്. പ്രതിഷ്ഠാ ചടങ്ങിൽ മുഖ്യ യജമാനായിട്ടായിരുന്നു പ്രധാനമന്ത്രി പങ്കെടുത്തത്. ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ VVIPകളുടെ വൻ നിരയാണ് അയോധ്യയിലെത്തിയത്. ക്ഷണിക്കപ്പെട്ട അതിഥികളെല്ലാം തന്നെ ക്ഷേത്രത്തിലെത്തിയിരുന്നു. പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി താന്ത്രിക വിധി പ്രകാരമുള്ള ചടങ്ങുകൾ 11:30 ആരംഭിച്ചത്. സിനിമ, കായിക താരങ്ങളടക്കമുള്ള ക്ഷണിക്കപ്പെട്ട അതിഥികൾ അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ എത്തിയിരുന്നു. പ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് അയോധ്യയിൽ വൻ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. അമിതാഭ് ബച്ചൻ, അഭിഷേക് ബച്ചൻ, സൈന നെഹ്വാൾ, മിതാലി രാജ്, രജനീകാന്ത്, ചിരഞ്ജീവി, രാംചരൺ, അനിൽ കുംബ്ലെ, സച്ചിൻ ടെണ്ടുൽക്കർ, സോനു നിഗം, രജനീകാന്ത്, രൺബീർ കപൂർ, ആലിയ ഭട്ട് തുടങ്ങിയ നിരവധി VVIPകളാണ് ക്ഷേത്രത്തിലെത്തിയത്. മുൻ പ്രധാനമന്ത്രിയും JDS അധ്യക്ഷനുമായ HD ദേവഗൌഡ അടക്കമുള്ള നേതാക്കളും ക്ഷേത്രത്തിലെത്തിയിരുന്നു. ചടങ്ങിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ഭാഗ്യമെന്ന് അനിൽ കുംബ്ലെ പറഞ്ഞു. അതേസമയം മുതിർന്ന BJP നേതാവ് LK അദ്വാനി അയോധ്യയിൽ എത്തിയില്ല. അതിശൈത്യമായതിനാലാണ് അദ്ദേഹം ചടങ്ങിന് എത്താത്തതെന്നാണ് വിവരം. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് കേരളത്തിൽ വിവിധ ആഘോഷ പരിപാടികളാണ് ഇപ്പോൾ BJP ഹിന്ദു സംഘടനകളും കൂടി നടത്തുന്നത്. പല ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജകൾ ഇന്ന് നടന്നു. തിരുവനന്തപുരം വഴുതക്കാട് രമാദേവി ക്ഷേത്രത്തിലെ ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുത്തു. അയോധ്യയിലെ രാമക്ഷേത്രത്തെ വിശ്വാസങ്ങളുടെയും ആധുനിക ശാസ്ത്രത്തിന്റെയും സമന്വയമെന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ. നൂതന വാസ്തുശില്പ സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തി നിർമ്മിച്ചതാണ് ക്ഷേത്രം. അതിനാൽ തന്നെ 1000 വർഷമെങ്കിലും കേടുപാടുകൾ കൂടാതെ നിലനിൽക്കുമെന്നാണ് നിർമ്മാതാക്കളുടെ ഉറപ്പ്. അതുകൊണ്ട് തന്നെ ആധുനിക എഞ്ചിനീയറിംഗിന്റെ വിസ്മയമായി വരും കാലങ്ങളിൽ ക്ഷേത്രം അറിയപ്പെടും. ശക്തമായ ഭൂകമ്പങ്ങളെയും തീവ്രമായ വെള്ളപ്പൊക്കത്തെയും ചെറുക്കാനുള്ള കഴിവോടെയാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ടാറ്റ കൺസൾട്ടിംഗ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡിന്റെ മാനേജ്മെന്റുമായി ചേർന്ന് ലാൻസർ ആൻഡ് ടൂബ്രോയാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. പരമ്പരാഗത വാസ്തുവിദ്യ ശൈലിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ക്ഷേത്രത്തിന്റെ രൂപകൽപ്പന. ആധുനിക കെട്ടിട നിർമ്മാണ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന സ്റ്റീൽ, ഇരുമ്പ്, സിമന്റ് എന്നിവ ഒഴിവാക്കി പൂർണ്ണമായി കല്ലിൽ നിർമ്മിച്ച 360 തൂണുകൾ ഇവിടെയുണ്ട്. മറ്റ് നിർമ്മാണ സാമഗ്രികളെ അപേക്ഷിച്ച് കല്ലിന് കൂടുതൽ ആയുസ്സും മികച്ച ഈടുമുള്ളതിനാൽ നിർമ്മിതിയുടെ ഭൂകമ്പ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനാണ് ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടത് തന്നെ. ഏതായാലും എല്ലാവരും രാജ്യം ഒന്നാകെ തന്നെ രാമനാമജപം മുഴങ്ങി കേൾക്കുകയാണ്. ഈ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും എന്ന് തന്നെ പറയാം. എന്തായാലും വലിയ രീതിയിലുള്ള ചടങ്ങുകളാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.